ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ നാവിക ഉപരോധങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണമായി ഇറാൻ ഈ നടപടി സ്വീകരിച്ചത് ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെയും സ്തംഭിപ്പിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പ്രഖ്യാപിച്ച കടുത്ത ഉപരോധങ്ങളാണ് നിലവിലെ സ്ഥിതിഗതികൾ വഷളാക്കിയത്. ഇതോടെ തങ്ങളുടെ തീരങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ലോകത്തെ എണ്ണക്കടത്തും അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലേക്ക് ഇറാൻ നീങ്ങി. ഇതിനു പിന്നാലെ മേഖലയിലെ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആശങ്ക ഇരട്ടിയാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സുരക്ഷയുടെ ജീവനാഡിയാണ് ഹോർമുസ് കടലിടുക്ക്. ഇന്ത്യയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം ഈ പാതയിലൂടെയാണ് വരുന്നത്. ദേശ്ഗിരിമ എന്ന ഇന്ത്യൻ കപ്പൽ കടലിടുക്ക് കടന്നത് നേരിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മറ്റു പല ടാങ്കറുകളും ഇറാൻ തടയുകയോ തിരിച്ചയക്കുകയോ ചെയ്തത് പ്രതിസന്ധി രൂക്ഷമാകുന്നു. ലോകത്തെ എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ പാത അടഞ്ഞതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില വർദ്ധിക്കുന്നതിനും കടുത്ത പണപ്പെരുപ്പത്തിനും വഴിയൊരുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസ് കടലിടുക്കിൽ വെടിവെപ്പും സംഘർഷവും നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ കപ്പലുകൾ അതീവ ജാഗ്രതയോടെയും തന്ത്രപരവുമായാണ് നീങ്ങിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു കപ്പൽ പാതയിലൂടെയുള്ള ഈ യാത്ര ഇന്ത്യൻ നാവിക ചരിത്രത്തിലെ തന്നെ സാഹസികമായ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്താണ് ദേശ്ഗിരിമ എന്ന ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടലിടുക്ക് മുറിച്ചു കടന്നത്. വെടിവെപ്പ് ശബ്ദങ്ങൾക്കും ആക്രമണ ഭീഷണികൾക്കും ഇടയിലൂടെ ആ കപ്പൽ സുരക്ഷിതമായി കടന്നുപോയത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഒമാൻ തീരത്തോട് ചേർന്ന് 3 വ്യത്യസ്ത ഇടങ്ങളിലായി കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായതായി UK മാരിടൈം ഏജൻസി സ്ഥിരീകരിച്ചു. ഒരു കണ്ടെയ്നർ കപ്പലിനും എണ്ണ ടാങ്കറിനും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. ഈ സംഭവത്തിൽ മേഖലയിലൂടെയുള്ള എല്ലാ ചരക്ക് നീക്കത്തെയും ഭീതിയിലാക്കി എല്ലാ കപ്പലുകൾക്കും ദേശ്ഗിരിമയെ പോലെ കടന്നുപോകാൻ സാധിച്ചിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാൽ പല കപ്പലുകളെയും ഇറാൻ തടയുകയോ തിരിച്ചുവിടുകയോ ചെയ്തു. 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി എത്തിയ ഭാഗ്യലക്ഷ്മി എന്ന സൂപ്പർ ടാങ്കർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ തിരിച്ചയച്ചു. ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെട്ടത് ഇന്ത്യയുടെ ഊർജ്ജ വിപണിയിൽ ആശങ്കയുണ്ടാക്കി. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കപ്പലുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഇറാൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന വെടിവെപ്പ് കേവലം ഒരു പ്രാദേശിക പ്രശ്നമായല്ല, മറിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇന്ത്യ കാണുന്നത്. അതിനാൽ തന്നെ അതീവ ജാഗ്രതയോടെയുള്ള നയതന്ത്ര ഇടപെടലുകളാണ് ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യൻ ടാങ്കറുകൾക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യ തന്റെ ശക്തമായ പ്രതിഷേധം ഇറാനെ അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയം ഇറാൻ അംബാസഡറെ നേരിട്ട് വിളിച്ചു വരുത്തി ആശങ്ക അറിയിച്ചു. അന്താരാഷ്ട്ര കപ്പൽപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ ബാധ്യസ്ഥനാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇറാന്റെ നടപടികളിൽ പ്രതിഷേധിക്കുമ്പോഴും അവരുമായി പൂർണ്ണമായും അകലുന്ന ഒരു നയം സ്വീകരിക്കേണ്ടതില്ലെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ദീർഘകാല സുഹൃത്ത് ബന്ധം ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് മുൻഗണന നൽകുന്നത്. ഇന്ത്യയുടെ പ്രതിഷേധത്തിന് പിന്നാലെ അനുഭാവപൂർണമായ പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും കപ്പലുകൾക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും ഇറാൻ അധികൃതർ ഉറപ്പു നൽകി. ഞങ്ങളെ ആരും ആക്രമിക്കുന്നില്ലെന്ന സുരക്ഷാ ഗ്യാരണ്ടി ലഭിച്ചാൽ മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ തയ്യാറാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാവ് സൂചിപ്പിച്ചു. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചില പുരോഗതികൾ ഉണ്ടായതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഹോർമുസ് കടലിലേക്ക് ഉപാധികളില്ലാതെ തുറക്കണമെന്ന ഇന്ത്യയുടെ കർശന നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ നിലപാടിനെ UAE പൂർണ്ണമായും പിന്തുണച്ചു. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ആണവ മിസൈൽ പാതകളിൽ വ്യക്തത വരുന്നത് അനിവാര്യമാണെന്നും UAE കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ഉപരോധം അവസാനിക്കാതെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം നിലനിൽക്കെ തന്നെ വിട്ടുവീഴ്ചകൾക്കായി ഇന്ത്യ പിന്നണിയിൽ ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതും അതേ തുടർന്നുണ്ടായ വെടിവെപ്പും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാതയിലൂടെയുള്ള തടസ്സമില്ലാത്ത ചരക്ക് നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ വെടിവെപ്പ് ഇന്ത്യക്ക് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. ഊർജ്ജ സുരക്ഷയ്ക്കായി നയതന്ത്ര മികവിനൊപ്പം തന്നെ ബദൽ മാർഗങ്ങളും രാജ്യം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്.